കർത്താവിൻ്റെ പവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്ത ദൈവദാസന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ പവനമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നമുക്ക് ജീവൻ ആവശ്യമാണ്, ചൈതന്യം ആവശ്യമാണ്, ഉണർവ് ആവശ്യമാണ്, ഉന്മേഷം ആവശ്യമാണ്. ഇന്നലത്തെ കൃപ നമുക്ക് പോരാം, ഇന്നലത്തെ ശക്തി നമുക്ക് പോരാം. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാലാളുകളോടുകൂടെ നീ നടന്നിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ നീ എങ്ങനെ ഓടും? സമാധാനം ദേശത്ത് നീ നിർഭയമായി വസിക്കുന്നു, എന്നാൽ യോർദാനിലെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഈ ഒരു വചനം വളരെ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്നുള്ള സംശയം വരെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കൃപ നമുക്ക് പോരാം, ഇന്നലത്തെ അനുഭവം നമുക്ക് പോരാം. നാം കൃപമേൽ കൃപ പ്രാപിച്ച് ശക്തിമേൽ ശക്തി പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിരസോളം തലയോളം വളരുവാൻ ഒന്നിലും പതറാതെ, അതേ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ തന്നെ ഒരു കൊടുങ്കാറ്റിനോ പെരുങ്കാറ്റിനോ ഈശാന മൂലനോ തകർത്ത് കളയുവാൻ കഴിയാതെ, കടപുഴക്കി കളയുവാൻ കഴിയാത്ത എത്ര വലിയ വെള്ളച്ചാട്ടത്തിനും നമ്മളെ തകർത്ത് കളയുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ വിശ്വാസം വളരെ ദൃഢമായിരിക്കുവാൻ, ഉറപ്പുള്ളതായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം കൊലോസിയർ 3:1. കൊലോസിയർ 3:1 ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ടുള്ള സന്ദേശം, മരിച്ചവരെ ആർക്ക് കൊല്ലുവാൻ കഴിയും? മരിച്ച ഒരു വ്യക്തിയെ പിന്നീട് ആർക്ക് കൊല്ലുവാൻ കഴിയും? ആർക്കെങ്കിലും കൊല്ലുവാൻ കഴിയുമോ? ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമ്മളെ നടത്തുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തിൽ വസിക്കുവാൻ വേണ്ടി കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ തലത്തിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തിൽ വസിക്കുവാൻ വേണ്ടി കഴിയും. ഇവിടെ പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുന്ന, അടക്കപ്പെടുന്ന ആ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു. പിന്നെ ക്രിസ്തു ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും നാം ആ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരുന്നത് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥമായിട്ട് അതായത് ആത്മതലത്തിൽ, ജഡത്തിന് ജീവനുണ്ട് എങ്കിലും ആത്മതലത്തിൽ നമ്മൾ ഈ ഭൂമിക്ക് മരിച്ച്, ഈ ലോകത്തിന് മരിച്ച്, ഈ ലോക വ്യവസ്ഥിതികൾക്ക് മരിച്ച്, നമ്മൾ ജഡിക നിയമങ്ങൾക്ക് മരിച്ച് നമ്മൾ പിന്നെ ജീവിക്കുന്നത് ആത്മതലത്തിലാണ്. നാം സ്വർഗത്തിൽ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും, അതായത് മരിച്ച ഒരു വ്യക്തിക്ക് തുല്യമാണ് ജഡത്തിൽ, ഈ ഭൂമിയിലും. എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളെയുള്ള ജീവിതം ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, ജഡത്തിന്റെ ഇച്ഛ
പ്രകാരമല്ല ജഡത്തിന്റെ ഇഷ്ടങ്ങൾ, ഇച്ഛകൾ, വാഞ്ചകൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മോഹങ്ങൾ ഒന്നും പിന്നീട് നമ്മുടെ ജഡശരീരത്തിൽ വാഴുവാൻ സാധിക്കത്തില്ല. എപ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചിന്ത പലപ്പോഴും നമ്മളെ നയിക്കുന്നത് ഈ ജഡമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ടും ഈ ലോകത്തിന് മരിച്ചിട്ടില്ല എന്നാണ്. ജഡം നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, ജഡമോഹങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, അതിനെ നമുക്ക് ജയിക്കുവാൻ ഒരേ ഒരു വഴിയുള്ളൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നാം ദൈവസന്നിധിയിലും നമ്മൾ എന്ത് ചെയ്യുക, നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നാം പ്രയത്നിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ ജഡ സ്വഭാവങ്ങളെ ജയിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും. അതായത് ആത്മാവ് എപ്പോഴും യജമാനനായിരിക്കണം. നമ്മളിലുള്ള ആത്മാവായിരിക്കണം യജമാനൻ. ആത്മാവ് എന്ത് ഇച്ഛിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ അതായിരിക്കണം ജഡം അനുസരിക്കേണ്ടതും. അതായത് ജഡം എപ്പോഴും അനുസരിക്കുന്ന ഒരു ദാസനായിട്ട്, അടിമയായ ഒരു ദാസനായിരിക്കണം. ആത്മാവിൻ്റെ കാലിൻ്റെ കീഴില് എപ്പോഴും അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അടിമയായ ഒരു ദാസനായി നമ്മുടെ ശരീരം മാറ്റപ്പെടണം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തെ നാം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുവരണം. നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അതായത് എത്ര വർഷം പട്ടിയുടെ വാലയും 12 വർഷം കുഴലിലിട്ടാലും അത് വീണ്ടും അങ്ങനെ തന്നെ ആയിത്തീരും എന്നൊരു ചൊല്ല് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനെ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, സമർപ്പിക്കുകയാണെങ്കിൽ എത്ര മാറാത്ത സ്വഭാവങ്ങളെയും മാറ്റിയെടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ സൃഷ്ടാവായ ദൈവമാണ് നമുക്കുള്ളത്. നമ്മളെ നിർമ്മിച്ച, നമുക്ക് ജന്മം നൽകിയ, നമ്മളെ നിർമ്മിച്ച് നമ്മളിൽ ജീവശ്വാസം ഊതിയ നമ്മുടെ കർത്താവിനെ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ വായിക്കുന്നുണ്ട് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ ചളിയായിട്ട്, അതായത് കുശവന് ഇഷ്ടമുള്ള രീതിയിൽ പണിഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഒരു ചളിയായിട്ട്, കളിമണ്ണായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ ഈ മണ്ണ് അങ്ങയുടെ കൈകളിൽ പരിവരിപ്പുള്ളതല്ല, അതിനകത്തെ കട്ടകളുണ്ടെങ്കിൽ, വേരുകളുണ്ടെങ്കിൽ, അതിനകത്ത് ചില തുണ്ടുകളുണ്ടെങ്കിൽ, അതിനകത്ത് ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ, നോക്കണം, ഈ ഈ ഈ ഈ കുശവൻ പാത്രം ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കല്ലെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ആ പണി മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് അത് വരുവാൻ ഇടയായിത്തീരുന്നില്ല. ഒരു ചെറിയ കല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് വെള്ളം നിൽക്കുകയില്ല. ആ ചെറിയ കല്ല് നിമിത്തം അതിനകത്ത് ചോർച്ച ഉണ്ടാകുവാനും, അത് മാത്രമല്ല അതിന്റെ ഷേപ്പിൽ, കുശവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ അത് പണിതെടുക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഈ ചളി പൂർണ്ണമായിട്ട് നല്ല നിറമായ, നല്ല മിനുസമുള്ള ആ കുശവന്റെ കയ്യിൽ അത് എടുക്കുമ്പോൾ തന്നെ ആ കുശവന്റെ മനസ്സിന് സന്തോഷം ഉളവായി തീരണം. അങ്ങനെയുള്ള ഒരു ചളിയായി, ഒരു മണ്ണായി നമ്മൾ തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി അതിനൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, കർത്താവ് പറയുന്ന ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ഞാൻ അതിലാക്കി തീർക്കും. രക്ഷയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നവനെ ഞാൻ അതിലാക്കി തീർക്കും. ആ ഒരു വാഞ്ച, ഒരാഗ്രഹം, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം, ക്രിസ്തു എന്നിൽ വെളിപ്പെടണം, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും തൻ്റെ പുത്രന്റെ സ്വരൂപത്തോടും, യേശു നമ്മളെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ യേശുവിനെ കാണണം, ഇവിടെയുള്ള ഓരോ ദൈവദാസന്മാരെ കാണുമ്പോൾ യേശുവിനെ കാണണം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് പടയാളികൾ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടി വന്നപ്പോൾ, നോക്കണം, പടയാളികൾ യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വന്നപ്പോൾ യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവർ കൺഫ്യൂഷനിലായി. ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാവരും യേശുവിനെ പോലെ ആയിരിക്കും ചിലപ്പോൾ കണ്ടത്. ഏതാണ് യേശു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം പടയാളികളും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നില്ലെങ്കിൽ, യേശു നമ്മളിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കാം, വലിയ തറവാടിത്തം ഉണ്ടായിരിക്കാം,
കുലമഹിമകളൊക്കെയും പറയുവാൻ വേണ്ടി ഉണ്ടായിരിക്കാം. നമുക്ക് പറയുവാൻ വേണ്ടി വായ്തോരാതെ പറയുവാൻ വേണ്ടി ലോകത്തിൻ്റെതായ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. ഒരു കാര്യം ഓർക്കണം, നമുക്ക് വലിയ നല്ല മറ്റുള്ള എല്ലാവരെക്കാളും നല്ല വീടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വത്തുവകകൾ ഉണ്ടായിരിക്കാം. ഇതുകൊണ്ടൊന്നും ദൈവനാമത്തിനോ ദൈവരാജ്യത്തിനോ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ക്രിസ്തു നമ്മളിൽ, അതായത് നമ്മളെ നോക്കി ജാതീയരായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവർ, അല്ലെങ്കിൽ ലോകത്തിലുള്ളവർ പറയണം, നീ വ്യത്യസ്തനാണ്, നിന്നിൽ ക്രിസ്തുവിന്റെ സ്വഭാവമുണ്ട്, നീ ക്രിസ്തുവാണ്. അല്ലെങ്കിൽ പറയണം, അതെ, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനം ലഭിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സന്തോഷമായിരിക്കും, ഞങ്ങളുടെ ഭവനത്തിന് അത് വിടുതലായിരിക്കും, അനുഗ്രഹമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പേരും അങ്ങനെ പറയുവാനിടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ തികഞ്ഞവനായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്നും ആയിട്ടില്ല. നാം കൂടുതൽ 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 ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുവാൻ, നമ്മളുടെ കുടുംബത്തിൽ നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടുവാൻ, അനുസരിക്കാത്ത നമ്മളുടെ മക്കൾ നമ്മളിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവം കാണുമ്പോൾ, അതെ, കീഴ്പ്പെടാത്ത ഭാര്യമാര് നമ്മുടെ ക്രിസ്തുവിനുള്ള സ്വഭാവം കാണുമ്പോൾ, അതെ, സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാര് ധാർഷ്ട്യത്തോടെ പട്ടാള ഭരണം നടത്തുന്ന, അതെ, ഒരു മയവുമില്ലാതെ ഇന്നും ഒരു സ്നേഹം പുറപ്പെടുവിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരും, അതെ, സഹോദരിമാരിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വ്യാപരിച്ചു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും അവരിൽ വ്യത്യാസം, മാറ്റം, ഞാൻ ആഗ്രഹിക്കുന്ന 10% മാറ്റമോ, അല്ലെങ്കിൽ 50% മാറ്റമോ, 90% മാറ്റമോ അല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം, ഈ ലോകപ്രകാരം ഒരാൾ പരീക്ഷ എഴുതുമ്പോൾ മോഡറേഷൻ മാർക്കുകളൊക്കെ കൊടുക്കും. അത് കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഗവൺമെന്റ് സഹായിക്കും. അല്ലെങ്കിലും നമുക്കറിയാം, നമുക്ക് കുറെ മാർക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പാസ്സായി പോകുവാനിടയായി തീരും. എന്നാൽ ക്രിസ്തു ദൈവരാജ്യത്തിൽ കടക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ 60% മാർക്ക് മേടിച്ചത് കൊണ്ടും, അല്ലെങ്കിൽ 80% മാർക്ക് മേടിച്ചത് കൊണ്ടോ നമുക്ക് ദൈവരാജ്യത്തിലും 100% വചനം പറയുന്നു, ഒരുത്തൻ ഒന്നിൽ തെറ്റിപ്പോയാൽ സകലത്തിലും തെറ്റിപ്പോകുന്നു എന്നും ദൈവവചനം പറയുന്നു. അസാരം പുളിച്ച മാവ് നോക്കണം. അസാരം പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവനും എന്ത് ചെയ്യുന്നു? പുളിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നു. നോക്കണം, പാത്രം മുഴുവനും, ബിഗ് വെസൽ മുഴുവനും മാവാണ്, പുളിപ്പില്ലാത്ത മാവാണ്. അതിനകത്ത് ഈ ഒരു തുള്ളി പുളിച്ചതൊഴിക്കുമ്പോഴാണ് ആ വലിയ പാത്രത്തിലുള്ളത് മുഴുവനും എന്തായി മാറുന്നത്? പുളിയായി തീരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ഈ വിഷമെന്നൊക്കെ പറയുന്നത് ഒരു തുള്ളിയുടെ പകുതിയൊക്കെ കാണത്തുള്ളൂ. ഈ പൊട്ടാസ്യം സയനൈഡ് എന്നൊക്കെ പറയുന്നത് കാണാൻ പോലും കഴിയത്തില്ല. ഇത് ശാസ്ത്രജ്ഞൻ ഇതിന്റെ ടേസ്റ്റ്, ഇത് കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞൻ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നാണ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു കയ്യിൽ തൻ പേപ്പർ തന്റെ ടേബിളിനകത്ത് എടുത്ത് വെച്ചിട്ട് പേന തന്റെ കൈകളിൽ എടുത്ത് വെച്ച്, കാരണം ഇത് തൊട്ട് കഴിഞ്ഞാൽ അന്നേരം മരിച്ചു വീഴുകയാണ്. ഇദ്ദേഹം തന്റെ നാവിലോട്ട് ഇത് വെക്കുകയും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് എഴുതുവാൻ വേണ്ടി പേപ്പറിൽ പേനയും കൈ പിടിച്ച് ഇരുന്നതാണ്. പക്ഷേ അതുപോലും എഴുതാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ മരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. കാരണം അത്ര വേഗത്തിൽ കൊല്ലുന്ന നിസാരമായ നിമിഷം, ഒരു ശക്കലം മാത്രം മതി, അത് നിമിഷങ്ങൾ കൊണ്ട് കൊന്നുകളയുന്ന വിഷങ്ങളുണ്ട്. നമുക്കറിയാം, ഈ വിഷമൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത് ഈ പാലിനകത്തും അല്ലെങ്കിൽ ജ്യൂസിനകത്തൊക്കെയാണ് ഈ വിഷം കലർത്തി കൊടുക്കുന്നത്. നോക്കണം, ഒരു ഗ്ലാസ് മുഴുവനും എന്തായിരിക്കും? ജ്യൂസ് ആയിരിക്കും. ഒരു ഗ്ലാസ് മുഴുവനും പാലായിരിക്കും. അതിനകത്താണ് ഈ ഒരു തുള്ളി വിഷം ചേർക്കുന്നത്. അപ്പൊ ഈ ഒരു തുള്ളി വിഷം ആളുകൾ അറിയാതെയാണ്, വിഷമാണെന്ന് പറഞ്ഞല്ലല്ലോ ഈ ആളുകൾ കുടിക്കുന്നത്. ഇത് പാലാണ് എന്ന് വിചാരിച്ച്, ജ്യൂസ് ആണെന്നൊക്കെ വിചാരിച്ചല്ലേ കുടിക്കുന്നത്. കാരണം അതിനകത്തൊരു ശകലം അറിയുന്നില്ല. പക്ഷേ മുഴുവനും പാലാണ്, മുഴുവനും ജ്യൂസാണ്. പക്ഷെ കുടിച്ചു കഴിയുമ്പോഴാണ് അത് മനുഷ്യനെ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ മുന്തിരിത്തോട്ടം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അതോ സദൃശ്യവാക്യത്തിലാണോ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്,
നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറുക്കന്മാർ കയറിയാൽ, തോട്ടത്തിൽ കയറിയാൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി കഴിയും. വലിയ ആനയോ വലിയ മറ്റുള്ള മൃഗങ്ങളോ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. ഇത് കയറുന്നത് നോക്കണം, വേലി കെട്ടിയിട്ടുണ്ട്, ബന്ധകസാണ്, ഒരിക്കലും ഇതിനകത്ത് വെളിയിൽ നിന്ന് ആരും കടന്നു വരികയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ചെറിയ ശുശിരത്തിലൂടെ, ആ ചെറിയ വിടുവിലൂടെ കടന്നു കയറുന്ന ചെറിയ ചെറിയ കുറുക്കന്മാരുണ്ട്. അത് നിങ്ങളുടെ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും? അത് വായി കൊണ്ട് കടിച്ച് ആ മുന്തിരിവള്ളി മുറിച്ചു കളയുവാൻ ഇടയായിത്തീരും. മുന്തിരിവള്ളി ഇങ്ങനെ മുറിച്ചു കളഞ്ഞാലും എന്ത് ചെയ്യും? അതിങ്ങനെ പടർന്നു കിടക്കുമ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇത് ഉണങ്ങിപ്പോകുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് പലപ്പോഴും തുടക്കം നമ്മൾ അറിയാതെ പോകുന്നു. കാരണം ഈ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ഉണങ്ങിപ്പോകുന്നില്ല. ഇതിന്റെ വേര്, അതിന്റെ തുടക്കത്തിൽ നിന്നുള്ള, അതിന്റെ റൂട്ടിൽ നിന്നുള്ള വേര് കടിച്ചു മുറിച്ച് കളഞ്ഞാലും കുറേ ദിവസങ്ങൾ ഈ മുന്തിരി ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇങ്ങനെ പടർന്നു കിടക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ഉണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ ഇതിന്റെ താഴിൽ നിന്നും ഇത് കടിച്ച് ഈ മുന്തിരി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന, നമ്മൾ കാര്യമാക്കാത്ത നിസ്സാരമായ ചെറിയ സ്വഭാവങ്ങൾ, ഈ ചെറിയ സ്വഭാവങ്ങളായിരിക്കും നമ്മളെ എന്ത് ചെയ്യുന്നത്? വലിയ വിപത്തുകളിലേക്കും, എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിത്യജീവൻ വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. 99% മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. 100% പൂർണ്ണതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ നാം വായിക്കുകയാണ്, നമ്മൾ മരിച്ചവരാണ്, ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചവരാണ്. പിന്നെ നമ്മളെ ആർക്ക് കൊല്ലുവാൻ വേണ്ടി കഴിയും? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെയും അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനും ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചും സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഒരു വിശ്വാസി, വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയും എവിടെയായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി അവരെന്ത് ചെയ്തു? അവർ സ്വർഗസ്ഥലങ്ങളിലാണ് ഇപ്പോൾ വസിക്കുന്നത്. അവർ തലത്തിലാണ്, ആത്മാവിലാണ് അവര് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മുടെ നോട്ടം മുഴുവനും, നമ്മുടെ ലക്ഷ്യം മുഴുവനും ദൈവരാജ്യമായിരിക്കണം. നമ്മളുടെ കർത്താവ് വസിക്കുന്ന, നമ്മളെ എവിടെ കൊണ്ടുപോകാനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക്. അതായത് ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളതും നോക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ ദൃഷ്ടി ഉയരത്തിലായിരിക്കണം, നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കണം, നമ്മുടെ ലക്ഷ്യം ക്രൂശായിരിക്കണം. ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിലേക്ക് നമ്മുടെ നോട്ടം ഒരിക്കലും പോകരുതും. ഈ ലോകത്തിലേക്ക് നമ്മുടെ നോട്ടം പോകുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകമാകുന്ന സാഗരത്തിൽ നാം മുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, പത്രോസ് കടലിന്റെ മീതെ നടന്നു. നീ കർത്താവാകുന്നുവെങ്കിൽ എന്നോട് കൽപ്പിക്കാം, ഞാനും ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുവാൻ. കർത്താവ് പറഞ്ഞു, കമോൺ, ഗെറ്റ് ഔട്ട്, പോരാൻ പറഞ്ഞു, വാക്ക് ഓൺ ദ വാട്ടർ. പത്രോസ് വെള്ളത്തിൽ, കടലിന്റെ, സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു. എന്നാൽ പിന്നീട് വായിക്കുന്നു, അവൻ മുങ്ങിത്താഴുവാനിടയായി തീർന്നു. എപ്പോഴാ മുങ്ങിത്താഴുന്നറിയാമോ? അവൻ കാറ്റിനെ കണ്ടു, കടലിനെ കണ്ടു. നോക്കണം, ഒരേ സമയത്ത് നമുക്ക് രണ്ടുപേരെ നോക്കുവാൻ വേണ്ടി കഴിയത്തില്ല. അവൻ പടകിൽ നിന്നിറങ്ങുമ്പോൾ അവന്റെ നോട്ടം മുഴുവനും ക്രിസ്തുവായിരുന്നു.
യേശുവിങ്കിലേക്കാണ് അവൻ നോക്കി. അവൻ കാറ്റിനെ കണ്ടില്ല, അവൻ കടലിനെ കണ്ടില്ല, അവൻ യേശുവിനെ മാത്രമാണ് അവൻ ഫോക്കസ് ചെയ്തതും. വചനം വായിക്കുന്ന അവൻ കടലിന്റെ മീതെ നടന്നു. പക്ഷെ പിന്നീട് വായിക്കുന്ന അവൻ കാറ്റ് കണ്ടു, അവൻ ഭയപ്പെട്ടു. അവൻ കാറ്റ് കാണണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കാണുന്ന കണ്ണുകൾ കൊണ്ടും നോക്കിയ കണ്ണുകൾ കൊണ്ടും അവൻ കാറ്റിനെ കാണുവാനിടയായി തീർന്നു. നിമിഷങ്ങൾ കൊണ്ടും അവൻ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുകയാണ്. ഇത് തന്നെയാണ് നമ്മളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ നോട്ടം മുഴുവനും, നമ്മുടെ ലക്ഷ്യം മുഴുവനും ക്രിസ്തു ആയിരിക്കണം. ഏത് നിമിഷവും ക്രിസ്തു ഇല്ലാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും, നാം കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും, നടക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ദൈവീക ചിന്തകളായിരിക്കണം, ആത്മീക ചിന്തകളായിരിക്കണം, സ്വർഗരാജ്യത്തിന്റെ ചിന്തകളായിരിക്കണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. അല്ലാതെ ഈ ലോകത്തിൻ്റെതായ ഇലക്ഷന്റെ ചിന്തകളും സ്ഥാനാർത്ഥികളുടെ ചിന്തകളും, അല്ലെങ്കിൽ പലരുടെയും ഹൃദയത്തിൽ ഇപ്പോൾ കർത്താവ് അല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു രൂപമാണ് ഇപ്പോൾ പലരുടെയും ഹൃദയത്തിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ മാറി ന്യൂസുകൾ ഇങ്ങനെ മാറി ഈ ന്യൂസിനകത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ വ്യാപരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഈവിളുണ്ട്. അതായത് രാഷ്ട്രീയ പിശാച് എന്ന് പറയും. എത്ര രാഷ്ട്രീയമില്ലാത്തവരാണെങ്കിലും അവരുടെ ഉള്ളിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഒരു ചായ്വ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം പറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരും അതിനകത്ത് ആ ചൂടിലേക്കും രാഷ്ട്രീയം പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അടങ്ങത്തില്ല, അവസാനിക്കത്തില്ല. ഇതിങ്ങനെ വർദ്ധിച്ച് ഇത് വലിയ ലഹളയിലേക്കും അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലേക്ക് പോകുവാനിടയായിത്തീരും. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. നമ്മൾ ഒരിക്കലും ഇതിനൊന്നും വിധേയപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരരുത്. നിശ്ചയമായിട്ടും ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം ആരെയാണോ നിയോഗിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരുടെയും, എല്ലാ പ്രസിഡന്റുമാരുടെയും, പ്രൈം മിനിസ്റ്റർമാരുടെയും, ചാൻസലർമാരുടെയും എല്ലാം കസേര താഴെയാണ് ഇരിക്കുന്നത്, ഈ ഭൂമിയിലാണ് ഇരിക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയ സിംഹാസനത്തിലാണ് അല്ലെങ്കിൽ കസേരയിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാഴുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. വായിക്കുന്നു, യഹോവ വാഴുന്നു. ഗോഡ് റെയിൻ, യാഹുവേ റെയിൻ. യഹോവ വാഴുന്നവൻ യഹോവയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കറിയാം, മുഴു ലോകവും പിശാചിന്റെ അധീനതയിൽ ഇരിക്കുന്നു. പക്ഷെ വാഴുന്നവൻ യഹോവയാകുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല ചലിക്കണമെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു മൺതരി ഇളകണമെന്നുണ്ടെങ്കിൽ കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല എന്ന് ദൈവമക്കൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ നിയന്ത്രണം മുഴുവൻ വചനം വായിക്കുന്നു, അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ കർത്താവും. നമ്മുടെ കർത്താവിന്റെ ആ സോവറിറ്റി, പരമാധികാര്യം, സർവശക്തനായ ദൈവത്തിന്റെ ആ ശക്തി എന്താണെന്നും നമ്മൾ ഓരോ വിശ്വാസ മക്കളും അറിഞ്ഞിരിക്കണം. നിശ്ചയമായിട്ടും നമുക്ക് ഒരു പൗരനെന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടുന്നത് അത്യാവശ്യം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് പ്രബോധനം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവം ആരെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ആര് വന്നു കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെടുമോ, ആര് വന്നു കഴിഞ്ഞാൽ ദൈവസഭകൾ ഉറപ്പുള്ളതായി തീരുമോ, ആര് വന്നു കഴിഞ്ഞാൽ സുവിശേഷം തീ പോലെ പടരുമോ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, കോരശ് ജാതീയ രാജാവായിരുന്നു, ജാതീയനായിരുന്നു. കോരശിനെ എൻ്റെ ഏറ്റവും പ്രിയദാസൻ എന്നാണ് നമ്മുടെ ദൈവം വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഏത് ജാതീയനായിരുന്നാലും അവരെയും ദൈവത്തിന് തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞവരാണ്. നമ്മൾ ആൾറെഡി ഭൂമിയിൽ മരിച്ചു, ഭൂമിക്ക് മരിച്ചു, ജഡത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു, പാപത്തിന് നമ്മൾ മരിച്ചു. നമ്മൾ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നാം വായിക്കുന്നു, നോ ലോങ്ങറായി. പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഗലാത്യർ 2:20 തോന്നുന്നു, നോ ലോങ്ങറായി.
നോ ലോങ്ങർ ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതെ, നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇനി ഇല്ല. നമ്മൾ മരിച്ചു. നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഐ നോ ലോങ്ങർ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇനി ഇല്ല. നമ്മുടെ ഐഡന്റിറ്റി കഴിഞ്ഞു. ഇനിയും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയിലാണ് കഴിയുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, ക്രിസ്തു ഇതുവരെയും നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല. നോ ലോങ്ങർ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇനിയില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പം വീണ്ടും വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകം 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞതും, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എഴുതുക, മൃതന്മാരാണ് മരിക്കുന്നത്. മൃതന്മാർ എങ്ങനെ മരിക്കും? വൃതന്മാരെന്നല്ല എഴുതിയിരിക്കുന്നത്, മൃതന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ. വളരെ വ്യക്തമാണ്. മരിക്കുന്നത് ജീവനുള്ളവരല്ല, അവർ ആൾറെഡി മരിച്ചു കഴിഞ്ഞവരാണ്. അവരാൾറെഡി ക്രിസ്തുവിൽ അവർ ഈ ലോകത്തിന് മരിച്ചവരാണ്, ജഡത്തിന് മരിച്ചവരാണ്, പാപത്തിന് മരിച്ചവരാണ്. അവരെ എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ അനുഭവമായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജഡത്തിൽ നിന്ന് ജീവൻ വിട്ടു പോകുമ്പോൾ നമ്മുടെയും അനുഭവം ഇത് തന്നെയായിരുന്നു. ഞാൻ ആൾറെഡി മരിച്ച മൃതനായിരുന്നു. ഇനി എന്നെ ആർക്ക് കൊല്ലുവാൻ കഴിയും? അത് ഈ ശരീരത്തിന് ഇതാ എൻ്റെ പ്രാണൻ എന്നെ വിട്ടു പോകുമ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്നത്. നോക്കണം, വീണ്ടും നാം വായിക്കുകയാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-ാം വാക്യം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനും യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ജീവിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം പ്ലൂറലായിട്ടാണ് ഇവിടെ പറയുന്നത്. പൗലോസാണ് എഴുതുന്നതെങ്കിലും നമ്മൾ, നിങ്ങൾ എപ്പോഴും നോക്കണം, എല്ലാം ഇത് കോമൺ ആയിട്ടാണ് പറയുന്നത്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനും യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ മരണം നമ്മളെപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഞാൻ രാവിലെ എല്ലാ ദിവസങ്ങളിലൊന്നും ഓർക്കത്തില്ല. ചില ദിവസങ്ങളിൽ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവ് ഇന്നത്തെ ദിവസം അങ്ങ് ദാനമായി തന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ദിവസം കർത്താവെ ജീവനെ കളയുവാൻ ഒരു അവസരം ലഭിച്ചാൽ സന്തോഷത്തോടെ ജീവനെ വലിച്ചെറിഞ്ഞ് കളയുവാൻ കർത്താവെ അവിടുന്ന് കൃപ തെരുമാറാകണം. ഓരോ ദിവസവും നാം മരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആത്മാവിൽ നമ്മൾ അറിയണം. ഓരോ ദിവസവും നമ്മൾ മരണം വഹിക്കണം. നാം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ഒരുപക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവസാന ദിവസമായിരിക്കും. ഇന്ന് ജീവനെ കളയുവാൻ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവെ സന്തോഷത്തോടെ, ഭയത്തോടുകൂടെ എല്ലാം, പേടിയോടുകൂടെ എല്ലാം സന്തോഷത്തോടെ ജീവനെ കൊടുക്കുവാൻ, ജീവനെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കണം. ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ കർത്താവിന് യാതൊരു പ്രയോജനമില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ കൊണ്ട് കർത്താവെ അങ്ങേക്ക് പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൂമിക്ക് ഭാരമായിട്ടും എന്നെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് വിവേകമാണോ അവിവേകമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അതിനപ്പുറമായിട്ട് മറ്റൊരു മീനിങ് നമുക്ക് കൊടുക്കുവാൻ വേണ്ടിയില്ല. ഞാൻ പൗലോസും പല പ്രാവശ്യം പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ഞാൻ ഏറെ വാഞ്ചിക്കുന്നു. കാരണം ആർക്കും ഉച്ചരിക്കുവാൻ കഴിയാത്ത 3-ാം സ്വർഗത്തോളം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കേട്ട സംസാരം, അവിടെ കേട്ട ശബ്ദം ആർക്കും ആർക്കും ഉച്ചരിക്കുവാൻ പോലും കഴിയാത്ത അത്രയ്ക്ക് സ്വർഗീയ മഹിമ താൻ കണ്ടതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എത്ര അധികാമ്യമാണെന്നറിയാമോ, എത്ര സന്തോഷമാണെന്നറിയാമോ. എന്നിട്ടും പൗലോസ് പറയാം, ഞാൻ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ദൈവസഭയ്ക്ക് പ്രയോജനമാണ് എങ്കിൽ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ ഈ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിനും, പലപ്പോഴും പലരും പറയും പിള്ളാര് വെളിയിലാണ്, പിള്ളാര് വെളിയിലാണ്, എന്തായാലും അപ്പനും അമ്മയും വീട്ടിലുള്ളത് കൊണ്ട് തോട്ടം നോക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പിള്ളാരെ നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പലരുടെയും ചിന്തകൾ മാറിപ്പോയി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, മക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടും ഈ ഭൂമിയിൽ പലവിധമായ പ്രയോജനങ്ങളുണ്ട്. ഇല്ല എന്നല്ല. ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞതും, ഭർത്താവ് മരിച്ചുപോയ സഹോദരിയാണ്, പിതാവായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതും. പിതാവിനൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു, വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പിതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു, നല്ല ചുറുചുറുക്കോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന പിതാവാണ്. പെട്ടെന്ന് ആ പിതാവും ആക്സിഡന്റിൽ മരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അപ്പോഴാ സഹോദരി തളർന്നതുപോലെ ആയി തീർന്നു. കാരണം തനിക്ക് ഈ ലോകപ്രകാരം മറ്റുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ആ സഹോദരിക്ക് ഭയങ്കര സഹായമായിരുന്നു, ഭയങ്കര ആശ്വാസമായിരുന്നു. എല്ലാം ചെയ്തുകൊണ്ടിരുന്നതും ആ പിതാവാണ്. ആ പിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് ആ മകൾക്ക് വളരെ വലിയ പ്രയോജനം ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം. ഇത്ര വലിയ വില കൊടുത്ത്, ഇത്ര വലിയ അതിഭയങ്കരമായ വില കൊടുത്ത് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഈ ഇത്ര വലിയ വില കൊടുത്ത് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയപ്പോൾ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോജനമുള്ളവരായി തീരണം. നമ്മളെ ഇത്ര വലിയ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മുടെ കർത്താവ് ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ഇടയായി തീരരുത്. ഒരിക്കലും നമ്മുടെ കർത്താവ് ലജ്ജിച്ചു പോകുവാൻ ഇടയായി തീരരുത്. നമുക്കറിയാം, ശൗലിനെ ഓർത്ത് യഹോവ ദുഃഖിച്ചു എന്ന് വായിക്കുന്നു. ശൗലിനെ ഓർത്ത് യഹോവ ദുഃഖിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല. വളരെ പ്രതീക്ഷയോടുകൂടെ വെറും കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് നടന്നവനെ നോക്കണം. കഴുത കാണാതെ പോയാൽ എവിടം വരെ പോകും? കുതിര കാണാതെ പോയിരുന്നുവെങ്കിൽ പിന്നെയും ആ കുതിരയെ തേടി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയുണ്ട്. കാണാതെ പോയ ഈ കഴുതകളെ എവിടം വരെ പോകാൻ വേണ്ടിയാ? ഈ കഴുതകളെ തേടി നടന്ന ഈ കീഷിന്റെ മകനായ ശൗലിനെ ഒരിക്കലും അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ 4 പേരുടെ മുമ്പിൽ ഇരിക്കുവാൻ അവൻ യോഗ്യനല്ലായിരുന്നു. ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി വിളിക്കുമ്പോൾ അവനെങ്ങും അവിടെ ഇല്ല. മൂപ്പന്മാരുടെ ഇടയിൽ ശൗലിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശൗലിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ശൗൽ അവിടെയെങ്കിലും ഇല്ല. അവിടെയെല്ലാം അന്വേഷിക്കുകയാണ്, ഇവൻ എവിടെ പോയി. എല്ലാവരും പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഞാൻ കുറച്ചു മുമ്പേ കണ്ടതാണല്ലോ. അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് സാമാനങ്ങളുടെ ഇടയിൽ ആരും കാണാതെ ഇവൻ ഒളിച്ചിരിക്കുകയാണ്. കാരണം 4 പേരുടെ ഇടയിൽ ഒന്ന് ഇരിക്കുവാൻ പോലുമുള്ള കപ്പാസിറ്റി ഉള്ളവനായിരുന്നില്ല ഈ ശൗല്. അങ്ങനെയുള്ള ഈ ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത്. ശൗലിന്റെ തുടക്കം വളരെ ഗംഭീരമായിരുന്നു. നോക്കണം, പ്രവാചകന്മാരോടുകൂടെ അവൻ എന്ത് ചെയ്തു? അവൻ പ്രവചിച്ചവനാണ്, പ്രവാചകനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം? അവസാനം വളരെ ദാരുണമായി പോകുവാനിടയായി തീർന്നു, വളരെ മോശമായി തീരുവാനിടയായി തീർന്നു. വചനം വായിക്കുന്നു, യഹോവ ശൗലിനെ ഓർത്ത് എന്ത് ചെയ്തു? ദുഃഖിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര വലിയ വില കൊടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുവാൻ പാടില്ല? ഒരിക്കലും ദുഃഖിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതേ എഴുതുക. ഇന്നു മുതൽ ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ജീവിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിനും ഏൽപ്പിക്കപ്പെടുന്നു. വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കുകയാണ്, 2 കൊരിന്ത്യൻസ് 5:14. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മരിച്ച ഒരു മനുഷ്യനെ പിന്നീട് കൊല്ലുവാൻ വേണ്ടി കഴിയുമോ? വചനം പറയുന്നു നമ്മളെല്ലാവരും മരിച്ചവരാണ് എന്ന്. 2 കൊരിന്ത്യൻസ് 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനും അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. വായിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനും. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ടും ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെല്ലാവരും മരിക്കണം, മരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ലോക മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞ് മരിക്കും. ശ്രദ്ധിക്കാം, ലോക മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞ് മരിക്കും, ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിതം ആരംഭിക്കുന്നതും. ലോക മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും, പക്ഷേ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നതും. പിന്നീട് ഒരു ക്രിസ്ത്യാനിയെ കൊല്ലുവാൻ സാധ്യമല്ല. നമ്മുടെ ഈ ജഡത്തെ കൊല്ലുവാൻ വേണ്ടി ഒരുപക്ഷെ മത്തായി 10:28 വായിക്കുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവിൻ. ലോക മനുഷ്യന് പിന്നെ എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ ജഡത്തെ കൊല്ലുവാൻ വേണ്ടി കഴിയും. നമ്മുടെ ആത്മാവിനെ തൊടുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പൗലോസിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ നീറോ എന്ത് ചെയ്തെന്നറിയാമോ? നീറോ റോമിൽ അട്ടഹസിച്ചു, സന്തോഷിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ക്രിസ്തു മാർഗം എന്നേക്കുമായി അവസാനിച്ചു, പൗലോസ് വധിക്കപ്പെട്ടിരിക്കുന്നു. നീറോ എന്ന് പറയുന്ന ഈ വിഡ്ഢി വിചാരിച്ചു പൗലോസിന്റെ മുകളിലാണ് ക്രിസ്തു സഭ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. പൗലോസ് വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ക്രിസ്തു മാർഗം എന്നേക്കുമായിട്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പൗലോസ് താഴെ വീണപ്പോൾ 1000 പൗലോസുമാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു സുധീർ കുറുപ്പ് താഴെ വീണ് കഴിഞ്ഞാൽ 1000 സുധീർ കുറുപ്പുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവരാജ്യത്തിനും ബന്ധനമില്ല. കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും. ഇനി ഇന്ത്യയിലെ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ കഴുത്തറത്താലും അവരെ തല്ലിക്കൊന്നാലും അവരെ കല്ലെറിഞ്ഞാലും ഇനി എത്ര പേരുടെ ചോരം ഭാരതത്തിന്റെ മണ്ണിൽ വീണാലും ഇവിടെ ക്രിസ്തു സഭ ഒരിക്കലും ഭാരതത്തിൽ താഴുകയല്ല. ക്രിസ്തു സഭ ഒരിക്കലും ഭാരതത്തിൽ ഒടുങ്ങിപ്പോകത്തില്ല. ക്രിസ്തുവിന്റെ സഭ മേൽക്കുമേൽ നോക്കുക. വരും ദിവസങ്ങളിൽ ഓരോ വിശുദ്ധന്മാരുടെയും രക്തം, ഓരോ വിശുദ്ധന്മാരുടെയും ജീവൻ, അവരുടെ ചോരം ദൈവസഭയ്ക്ക് വളവും വെള്ളവുമാണ്. എവിടെയൊക്കെ വിശുദ്ധന്മാരുടെ ചോര വീണിട്ടുണ്ടോ നോക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന് മരിച്ച ഹാബേലിന്റെ രക്തം ഇന്നും നിലവിളിക്കുന്നുവെങ്കിൽ അതേ നിഷ്കളങ്കരായ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ സാക്ഷികളായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ട്, ഇഞ്ചിഞ്ചായി ചതയ്ക്കപ്പെട്ട്, തലയടിച്ച് പൊട്ടിച്ച്, കാലുകളും കൈകളും തല്ലിയൊടിച്ച്, വലിച്ചിഴച്ച്, ഉപദ്രവിക്കപ്പെട്ട് മരിക്കുന്ന ഓരോ വിശുദ്ധന്മാരുടെയും രക്തത്തുള്ളികൾ അടങ്ങിയിരിക്കത്തില്ല. ആ രക്തം നിലവിളിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല. ഇന്ത്യയുടെ മണ്ണിൽ വലിയ ഉണർവ് ദൈവമായിരിക്കും. അതിന്റെ തുടക്കമാണ് നിശ്ചയമായിട്ടും. പ്രിയപ്പെട്ടവരെയും, സമയം താമസിക്കുന്നില്ല എങ്കിൽ നോക്കുക, നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ദൈവപ്രവൃത്തി നടക്കും. ഉപദ്രവിക്കാൻ വരുന്നവർ തന്നെ മുട്ടുകുത്തും. ജയിലുകളിൽ വലിയ ആത്മപകർച്ചകൾ ഉണ്ടാകും. കൊടും കുറ്റവാളികൾ, ക്രൂരന്മാർ, കൊലപ്പുള്ളികൾ, അതെ, ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെടും. അവരുടെ മാനസാന്തരം ലോകം ചർച്ച ചെയ്യപ്പെടും. അതെ, ക്രൂരന്മാരായ ഒരു സത്യവും നീതിയും ന്യായവും ഇല്ലാത്ത ന്യായാധിപന്മാര്, ജയിൽ പുള്ളികള്, പോലീസുകാര് വിറയ്ക്കും. ദൈവത്തിന്റെ മുമ്പ്, കർത്താവിന്റെ മുമ്പാകെ എത്ര പേര് ആമീൻ പറയുന്നുവെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് ആത്മാവിൽ എരിവോടുകൂടെ സ്തുതിക്കുന്നുവെന്ന് എനിക്കറിയുന്നില്ല. എത്ര പേര് ഞാനിത് പറയുമ്പോൾ എന്നോടുകൂടെ ദൈവ സന്നിധിയിൽ അവരുടെ ഹൃദയം പകരുന്നുവെന്ന് എനിക്കറിയുന്നില്ല. ദൈവം പ്രവർത്തിക്കും. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീഡിപ്പിക്കപ്പെടുന്ന ദൈവദാസന്മാര് ധൈര്യത്തോടെ നിൽക്കണം, ശക്തിയോടുകൂടെ നിൽക്കണം. അവരുടെ വിശ്വാസം ഒരിക്കലും തള്ളപ്പെടുവാൻ പാടില്ല. ഇത് ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്.
പണ്ട് മുതലും. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു മലയാളി ദേവദാസനെയും ഉപദ്രവിച്ചു. എവിടെയാണ്, ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് വരികയാണ്, അവർ ഉപദ്രവിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു വേദന നിറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയ് ശ്രീരാം വിളിക്കാൻ പറയുമ്പോൾ ആ ദൈവദാസന്റെ ചുണ്ടുകളിലേക്ക് ഞാൻ നോക്കുകയാണ്. ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. പക്ഷെ ആ ദൈവദാസന്റെ ചുണ്ടുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ജയ് ശ്രീരാം പറയുന്നുണ്ട് എന്നും എനിക്കൊരു സംശയം. എനിക്കറിയത്തില്ല പറയുന്നുണ്ടോ. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പ്രിയപ്പെട്ടവരെയും, പ്രതികൂലം ജീവിതത്തിൽ കടന്നു വരും. ആ ദൈവദാസന് സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സംഭവിക്കാം. പ്രതികൂലം കടന്നു വരുമ്പോൾ, പ്രശ്നം കടന്നു വരുമ്പോൾ, ക്രൂരമായ മർദ്ദനത്തിന് മുമ്പിൽ, അടിയുടെ മുമ്പിൽ, ഉപദ്രവത്തിന് മുമ്പിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി കഴിയത്തില്ല. ഒരിക്കലും അരുത്, ഒരിക്കലും അരുതും, ഒരിക്കലും അരുതും. മരണപര്യന്തം, ജീവപര്യന്തം എത്ര അടി കൊണ്ട് മരിക്കേണ്ടി വന്നാലും, പിടഞ്ഞ് മരിക്കേണ്ടി വന്നാലും, ചോര മുഴുവനും വാർന്നു മരിക്കേണ്ടി വന്നാലും, കൈകളും കാലുകളും തല്ലി ഒടിച്ചാലും ഒരിക്കലും ക്രിസ്തുവിനെ നിഷേധിക്കരുത്. അന്യ ദേവന്മാരുടെ നാമം നമ്മുടെ നാവിലെടുക്കരുതും. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ 36-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഇനി സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും ദൈവപുത്രന്റെ മുമ്പാകെ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം ഇനി എന്തൊക്കെയാണ് ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതും, നാളെ എന്താണ് നടക്കാൻ പോകുന്നത്. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുന്നു. അടുത്ത നിമിഷം ഞാൻ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്ത് മാറ്റമാണ് ഈ ലോകത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. ഇനി സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതിനും, നിങ്ങൾ അതിനകത്ത് കടക്കാതിരിക്കേണ്ടതിനും, നിങ്ങൾ ഒരുപക്ഷെ അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഒരിക്കലും അരുതും. ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു. ഛത്തീസ്ഗഡിൽ 3 പേര് ബൈബിൾ തുറന്നു വെച്ചിട്ട് തൂക്കോ എന്ന് പറയുമ്പോൾ ഒരു കൂസലുമില്ലാതെ നോക്കണം, ഇരുമ്പ് വടിയുമായിട്ട് നിൽക്കുകയാണ്. അവർ മരക്കഷണങ്ങളുമായിട്ട് നിൽക്കുകയാണ്, അടിച്ചു കൊല്ലുവാൻ വേണ്ടി. ജിന്ദാ മാറുങ്ക തും ലോകോങ്കും തൂക്കും. അങ്ങനെ ഒരു സഹോദരിയും 2 സഹോദരന്മാരും ചെവിയിൽ ഏത്തമിട്ടുകൊണ്ടും ബൈബിൾ താഴെ വെച്ചിട്ടും ആ ബൈബിളിലേക്ക് തുപ്പുന്ന കാഴ്ച ഞാൻ കണ്ടു. അത് നിങ്ങളെയും കാണിച്ചതാണ് കുറെ നാളുകൾക്ക് മുമ്പ്. ഒരിക്കലും അരുത്. തൂക്കോ എന്ന് പറയുമ്പോൾ തൂക്കുവാനുള്ളതല്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ അടിയുടെ ചൂട് എന്താണെന്ന് പാസ്റ്റർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാം. ഒരടി കിട്ടുമ്പോഴേ അതിന്റെ ചൂട് എന്താണെന്ന് അറിയത്തുള്ളൂ. ഒരുപക്ഷെ പാസ്റ്ററും തള്ളി പറയുമായിരിക്കും, അറിയത്തില്ല. നമ്മളിപ്പോൾ ആ ഒരു പരീക്ഷയിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല. പത്രോസ് പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും എന്നെ വിട്ട് ചിതറിപ്പോകും, എല്ലാവരും എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ആരെല്ലാം നിന്നെ വിട്ടു പോയാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് കള്ളത്തരമായിരുന്നോ സത്യമായിരുന്നോ? ഞാൻ 100% വിശ്വസിക്കുന്നു. പത്രോസ് പറഞ്ഞത് 100% ഹൃദയത്തിൽ നിന്നും ജെന്യൂനായിട്ടാണ് പറഞ്ഞതും, ആത്മാർത്ഥതയോടുകൂടെയാണ് പറഞ്ഞതും. അല്ലാതെ എല്ലാവരും കേൾക്കുവാൻ വേണ്ടി, സോപ്പിടുവാൻ വേണ്ടി, ഗുരുവിനെ ഒന്ന് പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല. പത്രോസ് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നതും, കർത്താവേ, ആരെല്ലാം നിന്നെ വിട്ടു പോയാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഈവൻ ഇഫ് ഐ ഡൈ വിത്ത് യു, നിന്നോടുകൂടെ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല. പക്ഷെ എന്താ സംഭവിച്ചതും? കള്ളത്തരമായിരുന്നു, കാപട്യമായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പാകെ കേമനാകുകയായിരുന്നു, ആള് കളിക്കുകയായിരുന്നു. നോ. പക്ഷെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ, പടയാളികൾ വന്നു കഴിഞ്ഞപ്പോൾ, വാളും പരിചയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പതറിപ്പോകുവാനിടയായി തീർന്നു, പേടിച്ചു പോകുവാനിടയായി തീർന്നു.
ജീവനാഥനെ എന്ത് ചെയ്തു? തള്ളിപ്പറയുവാനിടയായി തീർന്നു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. നീ തള്ളി പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ആണയിടുവാനും പ്രാകുവാൻ വേണ്ടി തുടങ്ങി. ആർക്ക് സഹിക്കുവാൻ കഴിയും? ചെറിയ സംഗതിയാണോ? ചെറിയ സംഗതിയാണോ എന്ന് പറഞ്ഞാൽ സാഹചര്യം പ്രതികൂലമാകുമ്പോൾ പതറിപ്പോകുവാനിടയുണ്ട്, പേടിച്ചു പോകുവാനിടയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത്, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പീൻ. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നോക്കണം, വെള്ളത്തിന്റെ കൂടെ ഒഴുകിപ്പോകുവാൻ വളരെ സുഖമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇനി സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതിനും ദൈവപുത്രന്റെ മുമ്പാകെ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തനാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഒരു പ്രതികൂലത്തിൽ, ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ, ഒരു പീഡയിലൂടെ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, കർത്താവെ, അങ്ങയെ തള്ളി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകരുത്. പീഡയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, ജയിലിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ കൂടുതൽ 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 പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ വസ്ത്രമെല്ലാം ഫിലിപ്പിയിൽ വെച്ച് വസ്ത്രമെല്ലാം ഒഴിഞ്ഞും കോലുകൊണ്ട് അടിച്ച് താഴെയിട്ടും ശരീരം മുഴുവനും മുറിവുകൾ ഏൽപ്പിച്ചും നിലത്തുകൂടെ മണ്ണിനകത്തൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ജയിലിനകത്ത് കാലുകളും കൈകളും ആമത്തിലിട്ട് ചങ്ങലക്കിട്ട് പൂട്ടി. അതിന്റെ നടുവിലും പതറിപ്പോകാതെ ചോരയൊഴുകുകയാണ്, അടിയേറ്റ് ചോരയൊഴുകുകയാണ്. എന്നിട്ടും അതിന്റെ നടുവിലും പതറിപ്പോകാതെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ, ദൈവ പ്രവൃത്തി അവിടെ നടക്കുവാനിടയായി തീർന്നു. ഇതിനെ എന്ത് വേണം? പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഭാവിയെ ഓർത്ത് നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനുള്ള സാഹചര്യങ്ങൾ 100% വരുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ, ജയ് ശ്രീരാം, വിളിക്കേ ജയ് ശ്രീരാം, ബോലോ ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് തുറക്കത്തില്ല. എത്ര അടി കിട്ടിയാലും നമ്മുടെ നാവ് തുറക്കത്തില്ല. പകരം നമ്മൾ പറയും, യേശു മസീഹ് കി ജയ്, യേശു മസീഹ് കി ജയ്, യേശു മസീഹ് കി ജയ്. അതിന് നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നടക്കത്തില്ല. അതിന് നമുക്ക് സ്വർഗീയമായ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നോക്കണം, പതറിപ്പോകരുത്. വിശ്വാസമുള്ളവരായിരിക്കുക. മരിച്ച ഒരു മനുഷ്യനെ ആർക്ക് കൊല്ലുവാൻ വേണ്ടി കഴിയും? പൗലോസ് പറയുകയാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, ക്രിസ്തുവിന് വേണ്ടി. അതെ, നമുക്ക് ഒരു കാര്യം അറിയാം, ഒരേ സമയം നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്? ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? അതോ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? ഒരു കാര്യം സത്യമാണ്, നാം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിക്കണം. ഇല്ല കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് ഇതാ അവസാനിപ്പിക്കുന്നു. ലോകത്തിന് വേണ്ടിയുള്ള എൻ്റെ ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം ഇതാ അവസാനിപ്പിക്കുന്നു. കർത്താവേ, ഇതാ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഭാവിയിൽ, എൻ്റെ വരും ദിവസങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവേ, എത്ര വലിയ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും, ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ, അവസാന ശ്വാസം വരെയും യേശു മാത്രമായിരിക്കുവാൻ കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.